Hi dears, welcome to MS Solutions. It's me Zainul Abidin. മക്കളെ കോർഡിനേറ്റ്സിൽ നിന്നും നമ്മുടെ ആറാമത്തെ ചാപ്റ്ററായ സൂചക സംഖ്യകളിൽ നിന്നും ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള രണ്ട് ചോദ്യവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ ചോദ്യങ്ങൾ പഠിക്കാതെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ പോകാൻ പാടില്ല. അപ്പോൾ മക്കളെ ഏതൊക്കെയാണ് കോർഡിനേറ്റ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ചോദ്യം? ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഒരു ചതുരത്തിന്റെ രണ്ട് ഓപ്പോസിറ്റ് മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ട് മറ്റു രണ്ട് എതിർമൂലകളുടെ സൂചക സംഖ്യകൾ ചോദിക്കുന്ന ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻ ദ ഫിഗർ സൈഡ്സ് ഓഫ് ദി റെക്ടാംഗിൾസ് PQRs are parallel to the axis. ഈ റെക്ടാംഗിളിന്റെ സൈഡ്സ് ആക്സിസിന് പാരലൽ ആണ്. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് Q ആൻഡ് PS എന്നുള്ളതാണ്. Q ആൻഡ് S. അപ്പോൾ ഇവിടെ വരുന്ന കോർഡിനേറ്റും ഇവിടെ വരുന്ന കോർഡിനേറ്റും എത്രയാണ് എന്ന് ഇതാണ് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? നമുക്കറിയാം ഇവിടെയുള്ള 4 ആണ് ഇങ്ങോട്ട് വരിക, ഇവിടെയുള്ള 9 ആണ് ഇങ്ങോട്ട് വരിക, ദെൻ ഈ 3 ആണ് ഇങ്ങോട്ട് വരിക, ഈ 7 ആണ് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇത് 2 മാർക്കായി, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PQ എന്നതിന്റെ നീളം കണ്ടുപിടിക്കുക. അപ്പോൾ P എന്നുള്ളത് എന്താണ് മക്കളെ? 4 3 ആണ്. Q എന്നുള്ളത് 9 3 ആണ്. PQ എന്ന നീളം എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതിൽ y കോർഡിനേറ്റ് സെയിം ആയതുകൊണ്ട് x കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 5 എന്ന് കിട്ടും. ഇവിടെ ലെങ്ത് കാണുന്ന ക്വസ്റ്റ്യൻ, അതുപോലെ ഒരു റെക്ടാംഗിളിലെ രണ്ട് എതിർമൂലകളുടെ സൂചക സംഖ്യകൾ കാണുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെങ്ത് ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനും, അതുപോലെ ആക്സിസിന് പാരലൽ ആയിട്ട് വരുമ്പോൾ അവിടെ കോർഡിനേറ്റ്സ് എങ്ങനെ വരാനുള്ള ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിൽ നിന്ന് പക്കാ ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പക്കാ ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് പല രീതിയിൽ ചെയ്യാം. 2 പോയിന്റ് മാർക്ക് ചെയ്യാൻ പറയാം, 4 പോയിന്റ് മാർക്ക് ചെയ്യാൻ പറയാം. 4 പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ എന്ത് ഫിഗർ ആണ് കിട്ടുക എന്ന് ചോദിക്കാം. അതിന്റെ ഏരിയ കാണാൻ പറയാം, അതിന്റെ ചുറ്റളവ് കാണാൻ പറയാം. അല്ലെങ്കിൽ 2 പോയിന്റ് മാർക്ക് ചെയ്തിട്ട് മറ്റു രീതിയിൽ പിക്ചേഴ്സ് വരയ്ക്കാനൊക്കെ പറയാം. കൂടുതൽ സാധ്യതയുള്ള വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ്. കാണണ്ടല്ലോ 6 2 2 6. അപ്പോൾ കോർഡിനേറ്റ് ആക്സിസ് വരച്ചിട്ട് എന്ത് ചെയ്യണം? പോയിന്റ് മാർക്ക് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ആക്സിസ് വരച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുക? നോക്കൂ, ഇങ്ങനൊരു ലൈൻ ഇതാണല്ലോ കോർഡിനേറ്റ് ആക്സിസ്. ഇതിൽ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 1 2 3 4 5 6 1 2 3 4 5. ഏതൊക്കെ പോയിന്റ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത്? 6 2 2 6 ആണ്. അപ്പോൾ 6 2 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6. ഇവിടെയാണ് 6, ഇവിടെയാണ് 2 വരുന്നത്. അപ്പോൾ ആ പോയിന്റ് ഇത് ഏകദേശം ഇവിടെ ആയിരിക്കും 6 2 എന്നുള്ളത്. അടുത്ത 2 6 എന്ന് പറയുമ്പോൾ 3 4 5 6. ഇവിടെയാണ് എന്ത് വരിക? 2 6 എന്ന പോയിന്റ് വരിക. 2 6 അല്ലേ? ഇത് മക്കളെ ഇത് വൃത്തിക്ക് വരച്ചോളണം കേട്ടോ. അപ്പോൾ ഇവിടെ അപ്പോൾ 2 6ഉം 6 2ഉം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തായി? 2 മാർക്ക് അവിടെ കിട്ടി. ഇനി ഡ്രോ ദ സ്ക്വയർ വൂസ് ഡയഗണൽ ഈസ് AB ഡയഗണൽ ആക്കിയിട്ട് എന്ത് വരയ്ക്കണം? സ്ക്വയർ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരയ്ക്കുക? നോക്കിയേ, ഇതാണ് AB എന്ന ഡയഗണൽ ആണല്ലോ. അപ്പോൾ അതിൽ A എന്നുള്ളത് ഏതാണ്? 6 2 ആണ് A. ഇത് A എന്നുള്ള പോയിന്റ് ആണ്, ഇത് B എന്നുള്ള പോയിന്റ് ആണ്. ഈ 2 പോയിന്റ് ഡയഗണൽ ആക്കിയിട്ട് സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് വരയ്ക്കുക? നോക്കിയേ, ഇത് ഡയഗണൽ ആയിട്ട് വരണം എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ എന്ത് സ്ക്വയർ വരയ്ക്കണമെങ്കിൽ നോക്കും മക്കളെ, അതെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ലൈൻ ഉണ്ടാവും, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊരു ലൈൻ ഉണ്ടാവും. ദെൻ ഇത് സ്ക്വയർ ആക്കി ബാക്കി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ലൈൻ വരച്ചിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെയുള്ള ഈ ഷെയ്ഡ് ചെയ്യുന്ന ഇതാണ് സ്ക്വയർ എന്ന് പറയുന്നത്. അത് വൃത്തിക്ക് നമ്മൾ വരച്ചോളണം. എവിടെയാണ് സ്ക്വയർ? ഇതാണ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സമചതുരത്തിന്റെ മറ്റു 2 മൂലകളിലെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി ഇവിടെയുള്ള സൂചക സംഖ്യ ഏതാണെന്ന് അറിയാൻ നമുക്ക് വളരെ സിമ്പിൾ അല്ലേ? ഏതായിരിക്കും? ഇത് 2 2 ആയിരിക്കും. ഇവിടെ ഉള്ളതോ? അത് 6 6 ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്യാനും അത് അനുസരിച്ച് ബാക്കിയുള്ള വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നും പക്ക ഷുവറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിക്കാതെ മക്കളെ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഹോളിലേക്ക് പോകരുത്. 11-ാം തീയതി നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ മാത്തമാറ്റിക്സ് എക്സാം നടക്കുമ്പോൾ 11-ാം തീയതിയുടെ തലേ ദിവസം ചൊവ്വാഴ്ച 10-ാം തീയതി രാത്രി നടക്കുന്ന നമ്മുടെ പബ്ലിക് ലൈവിലേക്ക് പക്കാ ഷുവർ ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളെല്ലാവരും കയറി വരുമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇറ്റ്സ് മീ സൈനുൽ ആബ്ദീൻ ഫ്രം MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.